എൻ്റെ 14-ാം വയസ്സിൽ ഒരു കാർ അപകടത്തിലാണ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയത്. ആർക്കും എന്നോട് സഹതാപമൊന്നും തോന്നേണ്ട ആവശ്യമില്ല. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടതാണ്. അവരോടൊപ്പമുള്ള ജീവിതം അത്ര വലിയ മെച്ചമൊന്നും അല്ലായിരുന്നു. എങ്കിലും എനിക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട്. അവരെനിക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം അവസ്ഥയോർത്ത് ഇങ്ങനെ കരഞ്ഞും പിഴിഞ്ഞും ഇരിക്കരുത് എന്നാണ്. എനിക്കാകെ തോന്നുന്ന ഒരു വിഷമം അവരെന്നെ ലൂയിസ് അമ്മായിയുടെ കൂടെ താമസിക്കാൻ വിട്ടതാണ്. എല്ലാവർക്കും കാണില്ലേ, കുടുംബത്തിൽ ഇതുപോലെ വിചിത്രമായ ഒരാൾ, മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരാൾ. ഞങ്ങളുടെ കുടുംബത്തിൽ അത് ലൂയിസ് അമ്മായിയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കൾ കോണ്ടിനെൻറ്റിൻ്റെ അപ്പുറത്തായിരുന്നു താമസം. അമ്മയുടെ പാരൻസ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് സഹോദരങ്ങളും ഇല്ല. ലൂയിസ് അമ്മായി എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്, അതായത് എൻ്റെ വല്യമ്മ. ഞങ്ങൾ വല്ലപ്പോഴും അമ്മയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റെടുക്കാൻ അവർ സമ്മതിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. ചൈൽഡ് സർവീസുകാർ അമ്മായിയെ വിളിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഒന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ സംരക്ഷണത്തിലാകും, അല്ലെങ്കിൽ രാജ്യം വിട്ട് പോകേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവർ സമ്മതിച്ചു. എത്രത്തോളം സന്തോഷത്തോടെയാണ് അവരത് സമ്മതിച്ചത് എന്ന് എനിക്കറിയില്ല. കാരണം ആ ഫോൺ സംഭാഷണം ഞാൻ കേട്ടിരുന്നില്ല. എങ്കിലും അവിടെ എത്തിയ ആദ്യത്തെ 3 ദിവസം അവരെന്നോട് കാണിച്ച സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം. ലൂയിസ് അമ്മായി ഒരു മുൻകോപിയും വിചിത്ര സ്വഭാവമൊക്കെ ഉള്ള ഒരാളായിരുന്നു. സംസ്കാരശൂന്യമായിരുന്നു. പിന്നെ ഒട്ടും പുകഴ്ത്തി പറയാൻ പറ്റാത്ത കുറേ വിശേഷണങ്ങളും ആൾക്കുണ്ടായിരുന്നു. എങ്കിലും ആളൊരു ശുദ്ധ ദുഷ്ടയും ആയിരുന്നില്ല. സംസാരിക്കുന്ന രീതി ഭയങ്കര പരുക്കനും റൂഡും വെട്ടിത്തെറിക്കുന്നതായിരുന്നു. എന്നല്ലാതെ അവർ ക്രൂരയായിരുന്നില്ല. എൻ്റെ ആദ്യത്തെ 14 വർഷങ്ങളിൽ അവരെ അടുത്തറിയാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ അവരാരോടും അധികം ഇടപഴകാത്ത, ആളുകളെ അത്ര ഇഷ്ടമല്ലാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മായി പുറലോകവുമായി ബന്ധമില്ലാത്ത പിശുക്കിയായൊരു ദുഷ്ടയാണെന്നാണ് ഞാൻ സ്വാഭാവികമായും കരുതിയത്. സത്യത്തിൽ ഞാൻ അവിടെ താമസിക്കാൻ വന്നപ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എല്ലാം എത്ര സാധാരണമായിട്ടാണ് തോന്നിയത് എന്നതിലായിരുന്നു. അറ്റ്ലീസ്റ്റ് തുടക്കത്തിലെങ്കിലും. ലൂയിസ് അമ്മായി ഭക്ഷണം പാകം ചെയ്യും, വീട് വൃത്തിയാക്കും, TV കാണും, അയൽക്കാരുമായി ഫോണിൽ സംസാരിക്കും. മറ്റാരെയും പോലെ തന്നെ. ഞാൻ വന്നപ്പോൾ തന്നെ അമ്മായി പറഞ്ഞു, എന്നിൽ നിന്ന് വലിയ പ്രതീക്ഷകളൊന്നുമില്ലെന്ന്. അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ പറയാറുള്ളത് പോലെ തന്നെ വല്ലാതെ വൈകി വരരുത്, വരാൻ വൈകുമെങ്കിൽ അറിയിക്കണം, TV കാണുന്നതിന് മുൻപ് ഹോംവർക്ക് തീർക്കണം, നിൻ്റെ സാധനങ്ങൾ വൃത്തിയായി വെക്കണം, ഇത്രയൊക്കെയേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. അത് ഭയങ്കര വിയേർഡായിരുന്നു. മറ്റു നിയമങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന അത്രയും വിയേർഡായ ഒന്നും. ആദ്യം അതോർത്ത് വിഷമിക്കേണ്ട എന്ന് ഞാൻ കരുതി. പ്രായമായവർക്ക് ചിലപ്പോൾ ഓരോ വാശികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തന്നെയായിരിക്കും ഇതും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് തെറ്റി. ഏതെങ്കിലും മുറിയിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ഉടനെ തന്നെ ആ വാതിലടയ്ക്കണം. അത് അവർക്ക് നിർബന്ധമായിരുന്നു. ഞാൻ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ആ മുറിയിൽ നിൽക്കുന്നുള്ളൂ എങ്കിൽ പോലും അത് ബാധകമാണ്. മുറിയിൽ കയറിയാൽ അപ്പോൾ തന്നെ വാതിലടയ്ക്കണം. അതുപോലെ തന്നെ പുറത്തിറങ്ങിയാലും. ആദ്യത്തെ ആഴ്ചയിലൊക്കെ പലപ്പോഴും ഞാൻ ഈ നിയമം മറന്നു പോവുമായിരുന്നു. അപ്പോഴൊക്കെ അവരെന്നെ ഓർമ്മിപ്പിക്കും, ആ നശിച്ച വാതിലൊന്ന് അടയ്ക്കടാ എന്ന് അവരലറും. അവർ വീടിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ശരി, ഞാനൊരു വാതിൽ തുറന്നിട്ട് അടച്ചില്ലെങ്കിൽ അവർക്ക് എങ്ങനെയോ അത് മനസ്സിലാവും. അതൊരു പഴയ വീടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവരാ വീട്ടിൽ ആദ്യത്തെ ഉടമസ്ഥയല്ല എന്നാണ്. അമ്മ കുട്ടിയായിരുന്ന കാലം തൊട്ടേ അവരവിടെ താമസിക്കുന്നുണ്ട്. വീടിന് എത്ര പഴക്കമുണ്ടെന്ന് എനിക്കൊരു നിശ്ചയമില്ലായിരുന്നു. അതിൻ്റെ ഡിസൈനും രീതിയൊക്കെ കണ്ടാൽ സുഖമായിട്ട് ഒരു 100 വർഷമെങ്കിലും പഴക്കം തോന്നിക്കും. അതിന് 2 നിലകളും ഒരു ബേസ്മെൻറ്റും പിന്നെ ഒരു സബ് ബേസ്മെൻറ്റും ഉണ്ടായിരുന്നു. ആ അവസാനത്തെ നില ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതവും തോന്നി. ഒരിക്കൽ എൻ്റെ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് യൂട്ടിലിറ്റി റൂമിൻ്റെ അറ്റത്തെ ഭിത്തിയിൽ ഒരു വാതിൽ കണ്ടത്. അത് അടഞ്ഞ നിലയിലായിരുന്നു. അതങ്ങനെ ആയിരിക്കുമല്ലോ. ആ ബേസ്മെൻറ്റ് പണി തീരാത്തതായിരുന്നു. ടൈൽസും മണ്ണും അവിടെ എവിടെയായി ഓരോ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. തട്ടി വീഴുമെന്ന് പേടിയില്ലാതെ നടക്കാൻ പറ്റുന്ന ഏക സ്ഥലം ടൈലിട്ട ഈ ലോണ്ടറി റൂം മാത്രമായിരുന്നു. ബേസ്മെൻറ്റിലെ ആ വാതിലിന് കുറുകെ ഒരു മരപ്പലക വെച്ചിട്ടുണ്ടായിരുന്നു, എളുപ്പത്തിൽ നീക്കാവുന്ന ഒന്ന്. ലൂയിസ് അമ്മായിക്ക് അവിടെ ഒരു അതിര് വേണം, എന്നാൽ ആവശ്യമുള്ളപ്പോൾ അപ്പുറത്ത് കടക്കാൻ തടസ്സം ഉണ്ടാകാനും പാടില്ല എന്ന രീതിയിലാണ് അത് വെച്ചിരിക്കുന്നത്. 2ാമത്തെ തവണ അത് കണ്ടപ്പോൾ എൻ്റെ ആകാംക്ഷ കൂടി. ഞാൻ പലക അങ്ങോട്ട് നീക്കി വാതിൽ തുറക്കാൻ നോക്കി. അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആദ്യമൊന്നും എനിക്ക് ഇതിൽ വലിയ പുതുമയൊന്നും തോന്നിയില്ല. പക്ഷേ പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, വീടിൻ്റെ പുറത്തേക്കുള്ള വാതിലുകൾ ഒഴിച്ചാൽ
ലൂയിസ് അമ്മായി പൂട്ടിയിടുന്ന ഏക മുറി ഇതായിരുന്നു. ഒരിക്കൽ അവർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു. ബേസ്മെൻറ്റിലെ ആ വാതിലോ? അവർ പറഞ്ഞു, അതൊരു സബ് ബേസ്മെൻ്റാണ്, അവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറുകളും പലഹാരങ്ങളും അവിടെയാണ് വെക്കാറുള്ളത്. അവ കേടുകൂടാതെ ഇരിക്കാൻ പറ്റിയ തണുപ്പുള്ള സ്ഥലമാണത്. ശരി, ഞാൻ പറഞ്ഞു. പക്ഷേ അതൊന്നും അവരെന്തിനാണ് അത് പൂട്ടിയിടുന്നത് എന്നതിന് മറുപടി ആയില്ലല്ലോ. അപ്പോൾ എനിക്കൊന്ന് അവിടെയൊക്കെ നോക്കണമെന്ന് തോന്നിയാൽ? കർത്താവിന് ഓർത്തെൻ്റെ കുഞ്ഞ്, നിനക്ക് എന്തിനാണ് അവിടെ പോയി നോക്കണമെന്ന് തോന്നുന്നത്? ആ മറുപടി പറഞ്ഞപ്പോൾ അവരുടെ മുഖഭാവം മാറിയത് ഞാൻ ശ്രദ്ധിച്ചു. ലൂയിസ് അമ്മായിക്ക് എപ്പോഴും ഒരേ മുഖഭാവമാണ്. ആരെങ്കിലും വൃത്തിയുള്ള കാർപ്പറ്റിൽ ചളി പുരട്ടിയാൽ നോക്കുന്നത് പോലെയുള്ള ഒരു ഗൗരവഭാവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഭാവം പോലെ അത്ര മോശക്കാരിയൊന്നുമല്ല അവൾ. പക്ഷേ ആ മുഖഭാവം അവർക്ക് ശീലമായി പോയതാണ്. പക്ഷേ ആ വാതിലിന് പിന്നിൽ എന്താണെന്ന് കാണാനുള്ള എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ അവരുടെ പുരികങ്ങൾ ഉയരുകയും ചുണ്ടുകൾ ഒരു നിമിഷം വിറയ്ക്കുകയും ചെയ്തു. അത് വളരെ ചെറുതായിരുന്നു. മറ്റാരും ചിലപ്പോൾ അത് ശ്രദ്ധിക്കില്ലായിരിക്കാം. പക്ഷെ അപ്പോഴേക്കും എനിക്ക് ലൂയിസ് അമ്മായിയെക്കുറിച്ച് അത്യാവശ്യം അറിയാമായിരുന്നു. അത് ഭയത്തിൻ്റെ ഒരു നിലവിളിക്ക് തുല്യമായിട്ടുള്ളൊരു മുഖഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ വാതിലിന് പിന്നിൽ എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണമെന്ന് അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു. എനിക്ക് പണ്ടേ ഓരോ കാര്യങ്ങൾ അറിയാം ഭയങ്കര കൗതുകമാണ്. എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണമെന്ന് തോന്നിയാൽ പിന്നെ എൻ്റെ നല്ല ബുദ്ധി പറയും വേണ്ടെന്ന്. എങ്കിലും എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. സബ് ബേസ്മെൻറ്റിൽ എന്താണെന്ന് അറിയാൻ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായി. പക്ഷേ ആ പൂട്ട് എങ്ങനെ തുറക്കും? അതൊരു പ്രശ്നമായിരുന്നു. ലൂയിസ് അമ്മായി അവരുടെ എല്ലാ താക്കോലുകളും ഒരു റിങ്ങിലാണ് ഇട്ടിരിക്കുന്നത്. അതിലധികം താക്കോലുകളൊന്നുമില്ല. അതുകൊണ്ട് ആ സബ് ബേസ്മെൻറ്റിൻ്റെ താക്കോലും അതിൽ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അമ്മായിൽ നിന്ന് അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം. പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. വീട്ടിൽ ആരും കേൾക്കാതെ നടക്കുക എന്നത് അസാധ്യമായിരുന്നു. എൻ്റെ മുറിയിൽ നിന്ന് അവരുടെ മുറിയിലേക്ക് പോയി താക്കോൽ എടുക്കണമെങ്കിൽ ഇടയിലുള്ള എല്ലാ വാതിലുകളും തുറക്കുകയും അടക്കുകയും വേണം. എൻ്റെ മുറിയുടെ വാതിൽ, ഇടനാഴിയുടെ അറ്റത്തുള്ള വാതിൽ, പിന്നെ അമ്മായിയുടെ മുറിയുടെ വാതിലും. ഞാൻ ആ വാതിലുകളൊക്കെ വെറുതെ തുറന്നിട്ടാൽ പോലും അമ്മായി എങ്ങനെയോ അതറിയും. ഒരിക്കൽ രാത്രി എനിക്ക് ബാത്റൂമിൽ പോകേണ്ടി വന്നു. ഞാൻ ഇടനാഴിയിലെ വാതിലടയ്ക്കാൻ മറന്നുപോയി. എൻ്റെ ബാത്റൂമിൽ എത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഉറക്കത്തിൽ പോലും അവൾ അലറുന്നത് ഞാൻ കേട്ടു. ആ നശിച്ച വാതിലൊന്ന് അടയ്ക്കടാ. ഞാൻ വേഗം ഓടിപ്പോയി ആ വാതിലടച്ചു. പക്ഷെ തിടുക്കത്തിൽ ബാത്റൂമിൻ്റെ വാതിലടയ്ക്കാൻ മറന്നു. അപ്പോഴും ഞാൻ കേട്ടു, ആ നാശം പിടിച്ച വാതിൽ അടയ്ക്കാനല്ലേ പറഞ്ഞത്. ഞാൻ പിന്നെയും പോയി ആ വാതിലടച്ചു. മാത്രമല്ല, ലൂയിസ് അമ്മായിയുടെ മുറിയുടെ വാതിലിന് ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. അത് തുറക്കുമ്പോൾ ക്രീച്ചെന്നൊരു വലിയ ശബ്ദം കേൾക്കും. അവരറിയാതെ ആ വാതിലൊന്നും അനക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് സബ് ബേസ്മെൻറ്റ് വാതിലിനെ കുറിച്ചുള്ള ചിന്ത ഞാൻ ഉപേക്ഷിച്ചു. എൻ്റെ കൗതുകം മാറ്റിവെച്ച് ആ മിണ്ടാപ്പൂച്ചയായ വൃദ്ധയോടൊപ്പം പൊരുത്തപ്പെട്ടു പോകാൻ ഞാൻ ശ്രമിച്ചു. ജീവിതം കുറച്ചുകൂടെ എളുപ്പമായി. എല്ലാ വാതിലുകളും എപ്പോഴും അടച്ചിടാൻ ഞാൻ ശ്രദ്ധിച്ചതോടെ ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയി. അവരെൻ്റെ കാര്യങ്ങളിൽ തലയിട്ടില്ല, ഞാൻ അവരുടെ കാര്യത്തിൽ. ആ വീട് എപ്പോഴും നിശബ്ദമായിരുന്നു. പക്ഷേ എനിക്കത് ശീലമായി. വീടിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിലും വാതിൽ തുറക്കണമെങ്കിലും അത് കഴിഞ്ഞ ഉടനെ അടയ്ക്കണം എന്നുള്ളത് എനിക്ക് പിന്നീട് ഒരു വിയേർഡായ കാര്യമായി തോന്നിയില്ല. ഏതെങ്കിലും വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടാലാണ് എനിക്ക് അത്ഭുതം തോന്നിയിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ദി പ്രൈസ് ഈസ് റൈറ്റ് എന്ന പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കെ ലൂയിസ് അമ്മായി സോഫയിലിരുന്ന് ഉറങ്ങിപ്പോയത്. നല്ല ചൂടുള്ളൊരു വേനൽക്കാലമായിരുന്നു അത്. ജനലുകൾ തുറക്കുന്ന കാര്യത്തിൽ അമ്മായിക്ക് വാതിലുകളുടെ അത്രയും പേടിയില്ലായിരുന്നു. എങ്കിലും ഒരു സമയം ഒരു ജനൽ മാത്രമേ തുറക്കാറുള്ളൂ. അന്ന് ഒരു ജനൽ മാത്രമേ തുറന്നിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാറ്റൊന്നും വരാതെ വീടിനുള്ളിൽ നല്ല ഉഷ്ണമായിരുന്നു. അമ്മയുടെ ഈ വാതിൽ അടച്ചിൽ ഭ്രാന്ത് കാരണം കാറ്റ് കയറാൻ ഒരിടവും ഇല്ലായിരുന്നു. സ്വാഭാവികമായും അവരുറങ്ങിപ്പോയി. എനിക്കുള്ള അവസരം അതായിരുന്നു. അവരുടെ ബാഗ് കാലിനരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മായിയുടെ തൊട്ടടുത്ത കസാരയിലിരുന്ന് ഒരു അവഞ്ചേഴ്സ് കോമിക് വായിക്കുന്നതായി അഭിനയിക്കുകയായിരുന്നു. ഞാൻ മെല്ലെ അമ്മായിയെ നോക്കി. അമ്മായി നല്ല ഉറക്കത്തിലായിരുന്നു. ഉണർന്നിരിക്കുമ്പോഴും അമ്മായിയുടെ കേൾവി ശക്തി അത്ര നല്ലതൊന്നുമല്ല. എങ്കിലും ചെവി കേൾക്കാത്ത ആളൊന്നുമല്ല. പക്ഷേ ഉറക്കത്തിൽ അമ്മായിയുടെ ബാഗ് തുറന്ന് താക്കോൽ തപ്പുന്നത് അമ്മായി അറിയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ താക്കോൽ കൂട്ടം കണ്ടെത്തി. നേരെ പടിയുടെ അടുത്തേക്ക് നടന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അമ്മായി ഉണരുകയാണെങ്കിൽ തുണി അലക്കാൻ പോവുകയാണെന്ന് പറയാമെന്ന് ഞാൻ കരുതി. പക്ഷെ വാതിലടയ്ക്കാൻ മറന്നാലല്ലാതെ അമ്മായി ഉണരാൻ സാധ്യതയില്ല.
ഇപ്പോൾ വാതിലടയ്ക്കുന്ന കാര്യത്തിൽ ഞാൻ കണിശക്കാരനായി മാറിയിരുന്നു. ഞാൻ പടികൾ ഇറങ്ങി താഴേക്ക് പോയി. തടയപ്പെട്ട ആ സ്ഥലത്ത് എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ കൂടി ഞാൻ എന്തിനോ വേണ്ടി ടിപ്ടോ വെച്ച് മെല്ലെയാണ് നടന്നത്. ലൂയിസ് അമ്മായി എന്നെ ഇത് ചെയ്യുന്നതിൽ നിന്ന് നേരിട്ട് വിലക്കിയിട്ടില്ലെങ്കിലും എന്തോ വലിയ തെറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ബേസ്മെൻറ്റിലേക്കുള്ള വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ പതിവ് പോലെ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അകത്തേക്ക് കയറി വാതിലടച്ചു. അമ്മായി എഴുന്നേറ്റോ അതോ ഞാൻ എന്തിനാണ് താഴെ വന്നതെന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ടാവോ എന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം അവിടെ നിന്നു. നിശബ്ദമായി ഞാൻ ലോണ്ടറി റൂമിലേക്ക് നടന്നു. വേഗം വാതിൽ തുറന്ന് അകത്ത് കയറി അതടച്ചു. ഇരുട്ടിൽ തപ്പി പിടിച്ച് ലൈറ്റിൻ്റെ ചെയിൻ വലിച്ച് ലൈറ്റ് ഇട്ടു. മങ്ങിയതും ഭയപ്പെടുത്തുന്നതുമായ വെളിച്ചം ആ മുറിയിൽ പരന്നു. ഇതിനു മുമ്പ് ഒരിക്കലും അവിടുത്തെ വെളിച്ചം പേടിപ്പെടുത്തുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. ഈ ചെയ്യുന്ന കാര്യത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങി. പക്ഷെ എൻ്റെ കൗതുകം ഭയത്തെ തോൽപ്പിച്ചു. ഞാൻ ആ വാതിലിനടുത്തേക്ക് നീങ്ങി. അവിടെ വെച്ചിരുന്ന മരപ്പലക മാറ്റി. കഴിഞ്ഞ തവണ ഞാൻ ഇത് മാറ്റിയപ്പോൾ അമ്മായി വീണ്ടും അത് അവിടെ തന്നെ വെച്ചിരിക്കുന്നു. അവരെന്തിനാണ് അത് ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അത് കാര്യമാക്കാതെ ഞാൻ താക്കോൽക്കൂട്ടം എടുത്തു. മൂന്നാമത്തെ ശ്രമത്തിൽ എനിക്ക് ശരിയായ താക്കോൽ കിട്ടി. ലോക്ക് തുറക്കുന്ന വലിയൊരു ശബ്ദം കേട്ടു. ഞാൻ വിറച്ചുപോയി. അമ്മായി മുകളിൽ നിന്ന് വിളിച്ച് കൂവുന്നത് കേൾക്കാൻ കാതോർത്ത് നെഞ്ചെടുപ്പോടെ നിന്നു. ഒന്നും ഉണ്ടായില്ല. ഒരു പ്രേതത്തെ പോലെ ശബ്ദമില്ലാതെ ആ വാതിൽ തുറന്നു. ഉള്ളിലേക്ക് വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. പടികളിൽ ലൈറ്റിൻ്റെ സ്വിച്ചോ ചെയിനോ കണ്ടതുമില്ല. തിരിച്ചു പോകാൻ എൻ്റെ മനസ്സ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കേൾക്കാതെ മതിലിൽ തപ്പിപ്പിടിച്ച് താഴേക്ക് ഇറങ്ങി. സീലിങ്ങിലെ വെൻറ്റുകളിലൂടെ ചെറിയൊരു വെളിച്ചം വരുന്നുണ്ടായിരുന്നു. അത് വലിയ വെളിച്ചമൊന്നുമല്ലെങ്കിലും പടികൾ കഴിയുന്നിടത്ത് ഒരു ലൈറ്റിൻ്റെ ചരടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പടികൾ തുടങ്ങുന്നിടത്ത് വെക്കേണ്ടതിന് പകരം താഴെ കൊണ്ടുവയ്ക്കാൻ എന്ത് ബുദ്ധിയാണോ ആവോ. ആ ഇടുങ്ങിയ ഇടനാഴിയിലൂടെ നടന്ന് ഞാൻ ചരട് വലിച്ചു. അവിടുത്തെ തെളിഞ്ഞ വെളിച്ചം ലോണ്ടറി റൂമിലേക്കാൾ മോശമായിരുന്നു. ലൈറ്റ് ഇട്ടോ എന്ന് പോലും സംശയം തോന്നും വിധം മങ്ങിയ വെളിച്ചം. ഞാൻ ചുറ്റും നോക്കി. അമ്മായി പറഞ്ഞ പോലെ അവിടെ അച്ചാറും മറ്റു സാധനങ്ങളും വെച്ചിരിക്കുന്ന കുപ്പികൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര ചെറിയൊരു കാര്യമായിരുന്നു ഈ രഹസ്യം എന്നോർത്ത് എനിക്ക് ചെറിയൊരു നിരാശ തോന്നി. ഒരൊറ്റ നോട്ടത്തിൽ ആ സബ് ബേസ്മെൻറ്റ് വെറും ഒരു സ്റ്റോർ റൂം മാത്രമാണെന്ന് തോന്നും. പക്ഷേ തറയ്ക്കിടയിലെ ആ തണുത്ത അന്തരീക്ഷത്തിൽ എവിടെ നിന്നോ ചെറിയൊരു ചൂടുള്ള കാറ്റ് വരുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. എന്തോ വലിയൊരു അപകടം അവിടെ ഉണ്ടെന്ന തോന്നൽ എനിക്ക് വീണ്ടും വന്നു. ആ അലമാരകൾ അവസാനിക്കുന്നിടത്ത് ഒരു വാതിലുണ്ടെന്ന് ഞാൻ കണ്ടു. വാതിലില്ലാത്ത ഒരു പ്രവേശന കവാടം. കൈകൾ മുന്നോട്ട് നീട്ടി ഞാൻ വളരെ സൂക്ഷിച്ച് നടന്നു. ആ മുറിക്കപ്പുറം ഇരുട്ടായിരുന്നു. അവിടെ വല്ലാത്തൊരു മണം അനുഭവപ്പെട്ടു. എവിടെ നിന്നാണ് ആ ചൂട് കാറ്റ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ ആ മുറിയോട് അടുക്കുന്തോറും ചൂട് കൂടി വന്നു. ഞാൻ ആ എനിക്കതൊരു തുരങ്കമായിട്ടാണ് തോന്നിയത്. ആ തുരങ്കത്തിൻ്റെ വായ്ക്കലെത്തിയപ്പോഴേക്കും കാറ്റിൻ്റെ ചൂട് മാത്രമല്ല, വല്ലാത്തൊരു ഈർപ്പവും ഉണ്ടായിരുന്നു. മനം പിരട്ടുന്നൊരു നാറ്റം, ഒരു വല്ലാത്ത ഭീതി എന്നെ പൊതിഞ്ഞു. എനിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷേ കാലുകൾ മുന്നോട്ട് തന്നെ നീങ്ങി. വെളിച്ചം കുറവായിരുന്നുവെങ്കിലും ആ മുറിയുടെ മറുഭാഗത്ത് മറ്റൊരു വാതിൽ പകുതി തുറന്നു കിടക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ലൂയിസ് അമ്മായിയുടെ വീടിനുള്ളിൽ ഒരു വാതിൽ തുറന്നു കിടക്കുക എന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അത് തെറ്റാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത്. പക്ഷേ ഞാനിപ്പോൾ അമ്മായിയുടെ വീടിനുള്ളിൽ തന്നെയാണോ? ആ തുരങ്കം ഈ വീടിന് വേണ്ടി ഉണ്ടാക്കിയതല്ലെന്ന് എനിക്ക് തോന്നി. ഈ വീട് ഉണ്ടാക്കുന്നതിനും എത്രയോ കാലം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒന്നാണത്. എന്താണെന്നറിയാതെ ആരോ പണിത് വെച്ച ഒന്ന്, ഭൂമിക്കടിയിൽ തന്നെ ഇരിക്കേണ്ടിയിരുന്ന ഒന്ന്. തൊട്ടപ്പുറത്തെ മുറിയിൽ എന്തോ അനങ്ങുന്നുണ്ടെന്ന് പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. വെളിച്ചം കുറവായതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ തറയിലും ഭിത്തിയിലുമെല്ലാം എന്തോ ഒന്ന് പതുക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഓരോ കോണിൽ നിന്നും ചതുപ്പിൽ ചവിട്ടുമ്പോഴുള്ള ശബ്ദങ്ങൾ ഞാൻ കേട്ടു. എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ പരന്നു നടക്കുകയാണ്. അവ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ ആ മുറി മുറിച്ച് കടന്ന് അപ്പുറത്തുള്ള വാതിലടക്കി എന്ന് അവ എന്നെ വെല്ലുവിളിക്കുന്നത് പോലെ തോന്നി. ആ ഇരുട്ടിൽ ഒട്ടിപ്പിടിക്കുന്ന വഴുക്കുന്ന എന്തോ ഒന്ന് വലിയുന്ന ശബ്ദം ഞാൻ കേട്ടു. ആ നിമിഷം എനിക്കെല്ലാം മനസ്സിലായി. ആ വാതിൽക്കൽ നിൽക്കുന്ന ആദ്യത്തെ ആളല്ല ഞാൻ. ഒരിക്കലും അടയ്ക്കാൻ പറ്റാത്ത ആ വാതിൽ കണ്ട, അപ്പുറത്ത് തുറന്നു കിടക്കുന്ന ആ വാതിലിലൂടെ എന്തോ ഒന്ന് വരുമെന്ന് ഭയന്ന ആദ്യത്തെ ആളല്ല ഞാൻ.
ആരെങ്കിലും ധൈര്യം സംഭരിച്ച് ആ മുറി മുറിച്ച് കടന്ന് അപ്പുറത്തെ വാതിലടയ്ക്കുന്നത് വരെ അതങ്ങനെ തന്നെ കിടക്കും. ലൂയിസ് അമ്മായിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരവിടെ നിന്ന് ഓടിപ്പോയതും ആ വാതിലിലൂടെ വരുന്നത് എപ്പോഴാണെന്നറിയാൻ വേണ്ടി വീടിൻ്റെ എല്ലാ വാതിലുകളും എപ്പോഴും അടച്ചിട്ടതും. എനിക്കും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിഞ്ഞോടി. ഒരിക്കൽ പോലും പിന്നോട്ട് നോക്കിയില്ല. എനിക്ക് 16 വയസ്സായപ്പോൾ ഞാൻ ആ വീട് വിട്ടു. 18 വയസ്സായപ്പോൾ ദൂരെയുള്ളൊരു സ്ഥലത്ത് ജോലി കിട്ടി അങ്ങോട്ട് മാറി. പിന്നീട് ഒരിക്കലും ഞാൻ അമ്മായിയെ കാണാൻ പോയില്ല, വിളിച്ചതുമില്ല. അവരെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ആ ഇരുട്ടിലെഴിയുന്ന സാധനങ്ങളെയും ഞാൻ ഇന്നും ഓർക്കുന്നു. ലൂയിസ് അമ്മായിക്ക് എന്നെങ്കിലും ആ മുറി മുറിച്ച് കടന്ന് ആ നാശം പിടിച്ച വാതിൽ അടയ്ക്കാനുള്ള ധൈര്യം കിട്ടിക്കാണുമോ എന്ന് ഞാൻ ഇന്നും ആലോചിക്കാറുണ്ട്.